അഴിമതി വിമുക്ത കേരളമാണ് തോമസ് ഐസക്. അദ്ദേഹമായിരുന്നു ധനകാര്യമന്ത്രി. പ്രത്യേകിച്ച് അന്ന് വാളയാർ കേന്ദ്രീകരിച്ച് ഒരുപാട് അഴിമതി നടന്നപ്പോൾ മിക്ക പത്രങ്ങളിലും അവിടെ പല ദിവസവും റെയ്ഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല. അതിനുശേഷം അദ്ദേഹം എന്തോ ഒരു പാക്കേജ് കൊണ്ടുവന്നു, എല്ലാം സുതാര്യമാണ്, അങ്ങനെ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇത്ര ഇനാം തരാമെന്ന് പ്രഖ്യാപിച്ചു അദ്ദേഹം പത്രസമ്മേളനത്തിൽ. അപ്പോൾ തിരുവനന്തപുരത്തുള്ള വി ആർ പ്രതാപ് എന്ന റിപ്പോർട്ടർ ഉൾപ്പെടെ മലയാള മനോരമയുടെ ഡൈനാമിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ടീം അവർ ആ ചാലഞ്ച് ഏറ്റെടുത്തു. ഞാനന്ന് കോഴിക്കോടായിരുന്നു, ഞാനുണ്ടായിരുന്നു. അപ്പോൾ അവരെ കൂടെ മിഷനിൽ പങ്കെടുക്കാൻ, അത് ഫോട്ടോ ഓറിയൻറ്റഡ് ആണല്ലോ, അപ്പോൾ പ്രൂഫും കൂടെ വേണം. അങ്ങനെ ഞങ്ങളത് ഒരു വൈകിട്ട് വിളിച്ചിട്ട് പറയണം ഇങ്ങനെ മിഷൻ ഉണ്ട്. അതനുസരിച്ച് ഞങ്ങൾ ടീം 3 കാറിൽ ഇവിടുന്ന് നടുപ്പുണി, പാലക്കാടിൻ്റെ അപ്പുറം തമിഴ്നാട് ബോർഡറിലേക്ക് പോവുകയാണ്. നടുപ്പുണി എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു ചെറിയ ഗ്രാമമാണ്. അവിടെ നിന്നാണ് കേരളത്തിലേക്കുള്ള എല്ലാ കോഴികളെയും കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഈ കോഴി ലോറിക്ക് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഏറ്റവും ഫാസ്റ്റസ്റ്റായിട്ട് അവിടുന്ന് കേരളത്തിൽ കൊല്ലം വരെ എത്തിക്കണം ഈ കോഴി. അപ്പോഴേക്കും നേരം വെളുത്ത് കഴിഞ്ഞാൽ വെയിൽ ചൂടാവും തോറും കോഴികൾ ചത്തു തുടങ്ങും. അപ്പോൾ ഈ മീൻ ലോറിയുടെ പോലെ തന്നെ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് വരിക. അങ്ങനെ അതിൽ ഞാൻ ആ ലോറിയിൽ പാണ്ഡ്യൻ്റെ കൂടെ ഞാനൊരു ക്ലീനറായിട്ട്, ടിപ്പിക്കൽ ഇന്നത്തെ പോലെ തന്നെ ഒരു ക്ലീനറെ സ്വഭാവത്തോട് കൂടിയിട്ട് വണ്ടി കയറി തമിഴ്നാട്ടിലെ നടുപ്പുണിയിൽ ഓൾറെഡി ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടുന്ന് തുടങ്ങിയ ഈ കൈക്കൂലി കൊടുക്കലാണ്. ഇത് ഹെൽത്ത് ഉണ്ട്, എക്സൈസ് ഉണ്ട്, പോലീസുണ്ട്. ഇത്തരം എല്ലാ സെക്ടറും, തമിഴ്നാട് സെക്ടറിലും ഒരു വിഹിതമുണ്ട്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂട്ടി എനിക്ക് മീൻസ് ക്ലീനർക്കാണ്. അത് കൃത്യമായിട്ട് അങ്ങോട്ട് കൊടുക്കുക, അത് പോകാൻ പറയും. അതാണ് അതിൻ്റെ. ഈ സമയം കൊണ്ട് എന്നാങ്കെ എന്തെങ്കിലും ഡൗട്ട് അങ്ങോട്ട് ചോദിക്കും. നമുക്ക് ഷൂട്ട് ചെയ്യാൻ കണക്കാക്കി നിന്ന് ചിലപ്പോൾ സ്പൈ ക്യാമറ ഇവിടെ ഇരിക്കുകയാണ്, കൗണ്ടർ മുകളിലാണെങ്കിൽ ഒന്ന് എന്തി വലിഞ്ഞിട്ട് എന്നാങ്കെ ചേഞ്ച് ഇരിക്കുക, ഏതാവത് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് അതിൽ ഷൂട്ട് ചെയ്യുക. അങ്ങനെ അവിടുന്ന് എനിക്ക് തോന്നുന്നു 10-30 ചെക്ക് പോസ്റ്റുകൾ അവിടുന്ന്, പിന്നെ എസ്കോട്ട് ചെയ്ത 2 കാറുകൾ ബാക്കിലുണ്ട്. അപ്പോൾ അവിടുന്ന് എല്ലാം തന്നെ അത് ഷൂട്ട് ചെയ്ത്. അത് ഫോട്ടോ ആയിരുന്നോ വീഡിയോ ആയിരുന്നോ? അല്ല, ഫോട്ടോ ആയിരുന്നു. ലോ ലൈറ്റിലായിരുന്നു. അപ്പോൾ ഇതിന്റെ ക്ലിക്കിംഗ് പോക്കറ്റിലാണോ? അതെ. ഒറ്റ ദിവസത്തെ കാരണം പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ഇവിടെ എത്തി. പക്ഷെ പിറ്റേ ദിവസം അന്ന് റിപ്പബ്ലിക് ഡേ ആയിരുന്നു, ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അടുത്ത ദിവസം അവധിയായിരുന്നു. അന്നാണ് ഈ ബോംബ് പൊട്ടിക്കുന്നത്. അത് പൊട്ടി. ഇവരിത് കൊടുക്കുന്നതിന് മുമ്പ് തോമസ് ഐസക്കിനോട് വീണ്ടും വിളിച്ച് ചോദിച്ചു, സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുന്നു. ഓർക്കും. പിറ്റേ ദിവസം ഹോം മിനിസ്റ്റർ, നാണമില്ലേ നിങ്ങൾക്ക് എന്ന്, കോടിയേരി ആയിരുന്നു ഹോം മിനിസ്റ്റർ, നാണമില്ലേ മിസ്റ്റർ കോടിയേരി, ഇത് കണ്ടോ നിങ്ങളുടെ കണ്ണിന് താഴെ എന്ന് പറഞ്ഞിട്ട്